നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജുവിന്റെ യൂണിഫോം എല്ലാ അലമാരി തന്നെ ഉണ്ട്. അപ്പൊ അവള് സ്റ്റേഷനിലേക്കല്ല ഇറങ്ങിയതെന്ന് ഉറപ്പാ. രാവിലെ തന്നെ ഞാൻ അതൊന്ന് നോക്കിയാ മതിയായിരുന്നു. നീ ആരോട് ചോദിച്ചിട്ടാ ഞങ്ങളുടെ മുറി കയറിയത്? അവളുടെ അലമാര നോക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ചെയ്തയാണോ കുറ്റം? അവള് സ്റ്റേഷനിലേക്കല്ല ഇറങ്ങിയതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഞാൻ വേണ്ടി വന്നില്ലേ? ഈ കുട്ടി ഇത് എന്ത് പാവിച്ചുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ മഹിമയുടെ കല്യാണമല്ലേ, എന്നിട്ടാണോ അവളിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ മുങ്ങി നടക്കുന്നത്? അമ്മ വെറുതെ സംസാരിച്ച് വിഷയം കൂടുതൽ വഷളാക്കണ്ട. ഇതിലും കൂടുതലായിട്ട് നീ എന്ത് വഷളാവാനാ? ഞാൻ ചേച്ചിയുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അവിടെ എങ്ങും ചേച്ചി എത്തിയിട്ടില്ല. അവള് മുങ്ങിയതാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്നോടല്ല അവളോട് ദേഷ്യം കാണിക്കും. ഇങ്ങനെ പോയാ മഞ്ജു നാളെ കല്യാണത്തിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇല്ലാതെ ഞാൻ കല്യാണം കഴിക്കില്ല. എന്ത് മണ്ടത്തരാ മോളെ നീ പറയുന്നത്? നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ മുകുന്ദൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് കല്യാണത്തിന് വരുന്നവരോട് കല്യാണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്ന് പറയും. ചേച്ചി ഇല്ലാതെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? എനിക്കതിന് പറ്റില്ല. നീ വെറുതെ സ്വപ്നം പറയുന്നിട്ട് ടെൻഷൻ ആവണ്ട. നിന്റെ ചേച്ചി എന്തായാലും തിരിച്ചു വരും. ആ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഗിരിയേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവള് തന്നെ സമ്മതിച്ചല്ലോ. നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ചേച്ചി നിന്റെ കല്യാണമായിട്ട് വരാതിരിക്കോ? ഒരിക്കലുമില്ല. അപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ചേച്ചി ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ശരിയാ, അവൾ ഒരിക്കലും നിന്റെ കല്യാണമായിട്ട് അവസാന നിമിഷം ഇങ്ങനെ മാറി നിൽക്കില്ല. അതെ, ചേച്ചി എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. ഗിരിയേട്ടൻ എത്രയും പെട്ടെന്ന് ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അവളെ തട്ടിക്കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ആരും ധൈര്യം കാണിക്കില്ല. അവള് പോലീസുവാ, എന്റെ ഭാര്യയോ. ഇതൊക്കെ അറിഞ്ഞിട്ടും അവളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവളോട് പകയുള്ള ആരോ ആണ്. ഇതിന് പിന്നിൽ കളിച്ചവർ ഗോപാൽജിയുടെ വീട്ടിലുള്ളവരാ. സഞ്ജയോ ശാലിനിയോ, അല്ലെങ്കിൽ പിന്നെ സാക്ഷാൽ ഗോപാലൻ തന്നെ. ഗോപാൽജിയെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ സഞ്ജയുടെയും ശാലിനിയുടെയും കാര്യം അങ്ങനെയല്ല. അവരോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവർക്ക് മഞ്ജുവിനെ കാണാതെ പോയതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്നറിയാം. ഏട്ടൻ ഇവള് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കരുത്. ഇവള് ഗിരിയേട്ടനെയും ഗോപാൽജിയും തമ്മില് അടുപ്പിക്കാനാ ഇതൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. എന്റെ ചേച്ചി എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. പക്ഷെ ചേച്ചിയുടെ ഏറ്റവും ശത്രുതയുള്ള 3 പേരും ആ വീട്ടിലായിപ്പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ചേച്ചി സഞ്ജയെയും ശാലിനിയെയും സെല്ലിലിട്ട് തല്ലിയിട്ടുണ്ട്. അവർക്ക് ചേച്ചിയോട് പക തോന്നാതിരിക്കോ? ഇങ്ങനെ കല്യാണം നടക്കുന്നതിനിടയിൽ ചേച്ചി തട്ടിക്കൊണ്ടുപോയ കല്യാണവും മുടങ്ങും. നീ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവരോട് സംസാരിക്കാൻ പോവാ. മഞ്ജു തിരിച്ചു വരികയും ചെയ്യും, നിന്റെ കല്യാണം നടക്കുകയും ചെയ്യും. ഇതെന്റെ വാക്കാ.
എന്താ നിന്റെ ഉദ്ദേശം? ഒരു കാര്യമില്ലാതെ വീട്ടിലിരിക്കുന്ന എന്നെ പിടിച്ചിടിച്ചാൽ ഞാൻ പ്രതികരിക്കില്ലെന്ന് കരുതിയോ? എന്നാ പ്രതികരിക്കണം. കാര്യം എന്താന്ന് പറഞ്ഞിട്ടെങ്കിലും തള്ളടാ. മഞ്ജു എവിടെടാ? മഞ്ജു അവളെവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? മഞ്ജുവിനെ കാണാനില്ല. അവളെ തട്ടിക്കൊണ്ടുപോയത് നീയല്ലേ? നിനക്കെതിരെ അവള് കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അടിപൊളി. അപ്പൊ ഇങ്ങനെയാണോ നീ അന്വേഷണം നടത്തുന്നത്? എടാ, മഞ്ജുവിന് ശത്രുക്കളായിട്ട് ഞാൻ മാത്രമല്ല ഉള്ളത്. ഇഷ്ടം പോലെ ആൾക്കാർ അവളെ ഭീഷണിപ്പെടുത്താറുണ്ട്. അവരെയൊക്കെ അന്വേഷിക്കുന്നതിന് പകരം നീ നേരെ ഇങ്ങോട്ട് വന്നു. ദേ, അങ്ങനെയാണെങ്കിലേ ശാലിനോടും ചോദിക്ക്. എനിക്കെതിരെ മയക്കുമരുന്ന് കേസാണ് മഞ്ജു ചാർജ് ചെയ്തത്. ദേ, ഇവൾക്കെതിരെ നരഹത്യ കേസും. എന്താ കാര്യം? നിനക്ക് കാര്യം എന്താണെന്ന് അറിയില്ലല്ലേ? എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച നീ പെണ്ണാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നിന്നെ പിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല, ഗോപാൽജിക്ക് പോലും. മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് സമ്മതിക്കാൻ ഒരു മടിയുമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഞാനല്ല അത് ചെയ്തത്. മഞ്ജു എവിടെയാണെന്ന് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടെന്നെങ്ങാനും അറിഞ്ഞാൽ നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. നീ ആരെയാ ഭീഷണിപ്പെടുത്തുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞങ്ങള് ഗോപാൽജിയുടെ മക്കളാ. ഇത് അച്ഛനറിഞ്ഞാ എന്ത് ചെയ്യുമെന്ന് ഊഹിക്കാൻ കഴിയോ? എന്തിനാ ഊഹിക്കുന്നത്? ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് നിന്റെ അച്ഛനെ കാണാൻ തന്നെയാ. ഇതുപോലെ ഞാൻ ഗോപാൽജിയോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ കണ്ട കാര്യവും ഞാൻ അറിയിച്ചേക്കാം. എന്താ പോരെ? ഗിരി, ആവശ്യമില്ലാതെ പ്രശ്നത്തിന് പോകണ്ട. എന്റെ ഭാര്യയും കുഞ്ഞിനെ കാണാതെ പോയിരിക്കുന്നത് ഇതിനേക്കാൾ ആവശ്യമുള്ള ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല. നിങ്ങൾക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഗോപാലേട്ടൻ പ്രത്യേകം പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന്. എവിടെയാടാ നീ മഞ്ജുനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നേ? ഞാൻ ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല. അവന്റെ ഭാര്യയെ കാണാനില്ലെങ്കിൽ ഉടനെ ഞാനാണോ ഉത്തരവാദി? അവനല്ലെങ്കിൽ പിന്നെ നീയായിരിക്കും. നിനക്ക് ഗിരിയോട് മഞ്ജുനോട് നല്ല പകയുണ്ടല്ലോ. പകയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ചെയ്തത് ഞാനല്ല. നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ആരാ മഞ്ജുനെ തട്ടിക്കൊണ്ടുപോയത്? തട്ടിക്കൊണ്ടുപോയത് തന്നെയാണെന്ന് ആര് കണ്ടു? പിന്നെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതാണെങ്കിലോ? ഓ, ആ സ്വപ്നയുടെ കൂടെ കൂടി നീ ഇപ്പൊ വാ തുറക്കുന്നത് പരദൂഷണം പറയാൻ വേണ്ടി മാത്രമായിട്ടുണ്ട്. ഓ, നിങ്ങളൊക്കെ വലിയ പുണ്യാത്മാക്കള്. എന്നാലും മഞ്ജുവിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? അവൾക്ക് നമ്മളെക്കാൾ വലിയൊരു ശത്രു ഉണ്ടെന്നറിയുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട്.